കട്ടപ്പന വെട്ടിക്കുഴക്കവല റൂട്ടിൽ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തെ റോഡരികിലെ മാലിന്യ നിക്ഷേപം നീക്കം ചെയ്തു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ചാണ് മാലിന്യം നീക്കം ചെയ്തത്. ചാക്കിൽ കെട്ടിയും അല്ലാതെയും വൻതോതിൽ ഇവിടെ മാലിന്യം നിക്ഷേപിച്ചത് ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. മനുഷ്യവിസർജ്യം ഉൾപ്പെടെ ഡയപ്പറുകളും പുഴുവരിക്കുന്ന മാലിന്യ ചാക്കുകെട്ടുകളുമാണ് കട്ടപ്പന ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം റോഡരികിലും സ്വകാര്യ ഭൂമിയിലുമായി നിക്ഷേപിച്ചിരുന്നത്. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം നിരവധി തവണ ഇവിടെ പരിശോധനകൾ നടത്തുകയും ചാക്കുകെട്ടുകൾ അഴിച്ചിട്ട് പരിശോധന നടത്തി തെളിവ് ശേഖരിച്ച് കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രാത്രിയുടെ മറവിൽ വീണ്ടും ഇവിടെ മാലിന്യ നിക്ഷേപം തുടരുകയായിരുന്നു. മാലിന്യത്തിൽ നിന്ന് കടുത്ത ദുർഗന്ധവും ഉയർന്ന സാഹചര്യത്തിൽ ഇതുവഴിയുള്ള യാത്ര പോലും ദുസ്സഹമായത് ഇടുക്കി വിഷൻ പലകുറി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ഉൾപ്പെടുത്തി JCB ഉപയോഗിച്ച് പ്രദേശത്തെ മാലിന്യം നീക്കം ചെയ്ത് നഗരസഭയുടെ ബോർഡും സ്ഥാപിച്ചത്. ഈ ബിവറേജിനടുത്തുള്ള ഈ പ്രദേശം എന്ന് പറയുന്നത് നിരന്തരമായി മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തിയുടെ കൈവശത്തിലിരിക്കുന്നതാണ്. നമ്മൾ നിരന്തരം പലതവണ ഇവിടെ വന്ന് വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല, ഈ സ്ഥലം കെട്ടി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലമുടമയ്ക്ക് നമ്മൾ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്നും ഇത് വീണ്ടും ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുകയും ബഹുമാനപ്പെട്ട ചെയർപേഴ്സൻ്റെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അടിയന്തരമായി നമ്മൾ JCB വിളിച്ച് ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഈ സ്ഥലം വൃത്തിയാക്കുകയാണ് ഉണ്ടായത്. റോഡിന് സമീപത്തെ സ്വകാര്യ സ്ഥലം മാലിന്യ നിക്ഷേപ കേന്ദ്രമാകാതിരിക്കുവാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥല ഉടമയ്ക്ക് നോട്ടീസ് നൽകുമെന്നും ക്ലീൻ സിറ്റി മാനേജർ ജിൻസറിയക് പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കൌൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.